നീ വരുന്ന ആരെയും കണ്ടോ? ഇല്ലില്ല, ആരും കണ്ടില്ല. വണ്ടി എവിടെ? വണ്ടി ഞാൻ കുട്ടിക്കാട്ട് ഓടിച്ചു ചോദിച്ചിട്ടുണ്ട്. ഓ, പിന്നെ പിന്നെന്നല്ല, എന്തുവാ പറ. പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷം തന്നെ. അതൊന്ന് പറഞ്ഞു വരുന്നേ. നമ്മുടെ നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആരെന്ത് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിന്റെ ഹസ്ബൻഡ് നിന്നെ തള്ളിക്കളഞ്ഞെന്ന് പറഞ്ഞാൽ ശരി, നിന്റെ കൂടെ ഞാനുണ്ടാവും. അത് എത്ര നിങ്ങൾക്കില്ലേ കുടുംബം, നല്ലൊരു ഫാമിലി ഒക്കെ വേണമെന്നുള്ളത്? ഫാമിലി അതുകൊണ്ട് നമുക്ക്, എന്നാലും അങ്ങനല്ലല്ലോ. നമ്മുടെ പ്രേമം എന്ന് പറയുന്നത് മുല്ലവള്ളിയിൽ കതിരിട്ട മുല്ലവള്ളി കതിരിട്ട് മുല്ലപ്പൂ മുല്ലപ്പൂ പോലത്തെ അല്ലേ. അപ്പം ആ പരിശുദ്ധമായ നമ്മുടെ പ്രണയത്തിനെ കുറിച്ച്, ആ പ്രണയത്തെ നിനക്ക് തലോലിക്കാൻ പറ്റത്തില്ലേ? പക്ഷേ എൻ്റെ സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകാവുന്ന കേസുകൾ മാത്രമേ ഉള്ളൂ. എൻ്റെ കൂടെ ഒന്നും ഉണ്ടെങ്കിൽ ഞാൻ റെഡി. ഞാൻ നിനക്ക് ഉറപ്പ് തരുന്നു, സത്യത്തിൽ പറയുന്നു, നിന്റെ കൂടെ ഞാൻ എന്നും കാണുന്നു. ഉറപ്പാണോ? വെറുതെ പറയരുത്. ഇല്ല, ഉറപ്പ്, സത്യം. ഈ ഒരു സ്നേഹം എന്നും എനിക്ക് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ? 100% നിനക്ക് വിശ്വസിക്കാതെ. നിന്റെ കൂടെ തന്നെ ഞാൻ എപ്പോഴും കാണും. നിനക്ക് സംശയം ഉണ്ടെങ്കിൽ എൻ്റെ കണ്ണുകൾ നോക്ക്. എൻ്റെ കണ്ണുകൾ പ്രേമത്തിൻ്റെ ആ ദുന്ദുബി കൃഷ്ണമണിയിൽ കൂടെ നിനക്ക് കാണുന്നില്ലേ? എനിക്ക് അതിനെ കുറിച്ച് വലിയ വശമില്ല. പക്ഷെ നിന്റെ കണ്ണുകളിൽ ആ പ്രേമത്തിൻ്റെ ആ ഒരു വികാരിത ഞാൻ കാണുന്നു. ആ അധരങ്ങൾ നോക്കും, ഒന്ന് ചുംബിക്കാനൊക്കെ ഉണ്ട്. നിനക്ക് വെമ്പൽ കൊള്ളുന്നില്ലേ? ആയിക്കോട്ടെ. എത്ര നാളായി ഞാനൊന്ന് ഇവിടം വരെ വരാൻ പറയുന്നു? ഇതുവരെ ഇങ്ങോട്ടൊന്നും എത്തിയിട്ടില്ലല്ലോ. ഇപ്പോഴെങ്കിലും ഒന്ന് വരാൻ തോന്നിയല്ലോ. ഞാനിന്ന് വന്നല്ലോ. എത്ര പ്രാവശ്യം വിളിച്ചിട്ട് അവിടെ എത്തിയേ? അതാണ് നമ്മുടെ ഓരോ സാഹചര്യങ്ങൾ നമ്മൾ തരണം ചെയ്തല്ലേ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ. ആ, എന്നാട്ടെ. പിന്നെന്താ? പിന്നെ എന്തൊക്കെ? പിന്നെ ഒന്നുമില്ല. എന്നാ പിന്നെ കെട്ടിപ്പിടിച്ച് കിടക്കാം.
ഹലോ. ആ ദിവേട്ടാ, ഉടനെ ഒന്ന് ഇവിടം വരെ വരണം. എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. എന്ത് തിരക്കോ? അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇന്ന് തന്നെ എനിക്ക് കാണണം. ഒന്ന് കണ്ടേ പറ്റൂ. അത്യാവശ്യ കാര്യമായിട്ടൊന്നും ഇവിടം വരെ വാ പ്ലീസ്. ആ, ഉച്ച കഴിഞ്ഞിട്ടായാലും കുഴപ്പമില്ല, പെട്ടെന്ന് വാ. ഞാൻ വെയിറ്റ് ചെയ്യേ. വേമ്പ. പറ, നീ എന്തിനാ വിളിച്ചത്? ഞാൻ വിളിച്ചത് എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ടായിരുന്നു. എന്താണ് സന്തോഷം? ഇപ്പൊ 1 മാസമായിട്ട് എൻ്റെ കുളി തെറ്റി കിടക്കുക. പിന്നെ പുളി എടുത്ത് കഴിച്ചാൽ പോരായിരുന്നു. കുളി തെറ്റത്തില്ലല്ലോ. തമാശ പറയല്ലേ. തമാശയാണോ ഇത്? ഉള്ള കാര്യമില്ലേ പറഞ്ഞേ? എനിക്ക് വിശേഷമായിട്ടുണ്ട്. നല്ല കാര്യമില്ലേ ഇതൊക്കെ? നല്ല കാര്യമാണ്, അതൊക്കെ ശരിയാ. പക്ഷെ നിനക്കത് സീരിയസ് ഇല്ലാത്ത? എന്തിനാ ഞാൻ സീരിയസ്നെസ് ആയിട്ട് എടുക്കുന്നത്? നീ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിള്ളേരെങ്ങനെ പ്രഗ്നന്റ് ആവും? സ്വാഭാവികം. എൻ്റെ ഹസ്ബൻഡ് 5 വർഷമായിട്ട് ഇവിടെ ഇല്ല എന്നുള്ളത് എനിക്കറിയാലോ. ആ കൊച്ചിന്റെ അച്ഛൻ ആരാന്നുള്ളത് നിനക്കറിയുന്ന കാര്യമല്ലേ? സത്യം പല്ലി കളിച്ച് ഞാനങ്ങും അല്ലേ? ഏ, പല്ലി കളിച്ചല്ല, ഞാനങ്ങും അല്ല. നിങ്ങൾ പ്രഗ്നന്റ് ആണെങ്കിൽ എന്നോടൊന്നും പറയില്ല. ഞാനങ്ങും അല്ല. പിന്നെ ഇപ്പൊ എന്താണ് വേണ്ടത്? ആവശ്യം എന്താണ്? നമുക്കിപ്പോ പ്രഗ്നന്റ് ആയി, എന്തായാലും ഇയാൾ പ്രഗ്നന്റ് ആയി. അപ്പൊ നമുക്ക് അതിനകത്ത് സോർട്ട് ഔട്ട് ഉണ്ട്. നമുക്കത് അബോർട്ട് ചെയ്ത് കളയാം. നിങ്ങളന്ന് എന്താ പറഞ്ഞ എന്നോട്? എന്ത് പ്രശ്നം വന്നാലും എന്റെ കൂടെ നിന്നോളാന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ എല്ലാത്തിനും വഴങ്ങിയത്? അന്നത്തെ മാനസികാവസ്ഥയിൽ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് എല്ലാപ്പോഴും അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അതന്ന് അങ്ങനെ പറഞ്ഞു പോയി. ഇതിപ്പോ നമുക്ക് ഒറ്റ കേസിൽ നമുക്ക് നാളെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറിനെ കണ്ട് നമുക്ക് അബോർട്ട് ചെയ്യാം. 5 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതെ ഞങ്ങളുടെ ഈ വിഷമം തീർക്കാൻ ദയവായിട്ട് നിന്നിലൂടെ എനിക്കൊരു കുഞ്ഞിനെ കിട്ടിയത്. അതിനെ ഞാൻ ഇനി എങ്ങനെ വളർത്തണം? അച്ഛനില്ലാതെ വളർത്തണം? എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ ചതിക്കാൻ പറ്റില്ല. നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാം. ഇല്ല, അത് നമുക്ക് അതിനകത്തൊരു സോർട്ട് ഔട്ട് ചെയ്യാതെ. ഇപ്പം ഒരു 2 മാസം കൊണ്ട് വെയിറ്റ് ചെയ്ത് നമുക്ക് അതിനകത്ത് സോർട്ട് ഔട്ട് ചെയ്യാം. ഇപ്പൊ പെട്ടെന്നൊരു ഇത് പോവുക ചാടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കേസല്ലത്. എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എനിക്ക് അതിനെ വളർത്തിയേ പറ്റൂ. ഞാനന്ന് ഒരുപാട് പ്രാവശ്യം പറഞ്ഞതല്ലേ, എന്ത് വന്നാലും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ചോദിച്ചതല്ലേ. അതിന് എത്ര മാർഗങ്ങളുണ്ടായിരുന്നു അന്ന സമയത്ത് നശിപ്പിച്ച് കളയാനൊക്കെ ഉണ്ട്. അതൊന്നും നിന്നെ കൊണ്ട് പറ്റിയില്ലായിരുന്നല്ലോ. അത് എല്ലാത്തിനും ഞാൻ എടുത്ത് ചെയ്യണമെന്നുണ്ടോ? അതിപ്പോ നിന്റെ ഒരു കെയർലെസ് കൊണ്ട് തന്നെ അങ്ങനെ സംഭവിച്ചത്. ഇന്നത്തിപ്പോ ഞാനിപ്പോ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? എനിക്കെല്ലാം മനസ്സിലായി. ഇനി ഒന്നും ചെയ്യണ്ട. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. നീ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യും. ഞാൻ എൻ്റെ വഴി എന്താന്ന് നോക്കട്ടെ. ശരിയെന്നാ ഞാൻ പോകുന്നു.